പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ അവർ കാലത്ത് ആണോ ജീവിക്കുന്നത് സംശയമുണ്ട്. കാലത്ത് അത്രമാത്രം സാങ്കേതികവിദ്യ വളർന്ന ഒരു കാലത്ത് ഈ അല്പവസ്ത്രത്തെക്കുറിച്ചൊക്കെ ആശങ്കപ്പെടുന്ന വിദ്യാർത്ഥി നേതൃത്വം അവരൊക്കെ എവിടെയാണ് ജീവിക്കുന്നത്? അപ്പം അങ്ങേറ്റം ദയനീയമാണ് അവരുടെ വാദങ്ങൾ. മറ്റൊന്ന്, ഈ ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആശയത്തിൻ്റെ മറുപതിപ്പായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളെ മതപരമായ ഇത്തരം ചേരുവകൾ ചേർത്തുകൊണ്ട് എതിർപ്പുമായി ചില ആളുകൾ രംഗത്ത് വരികയാണ്. മതസാമുദായിക സംഘടനകൾ അഭിപ്രായം പറയേണ്ടതില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ആ അഭിപ്രായമെല്ലാം എന്തിൽ എത്തി നിൽക്കുന്നു, എങ്ങനെയാണ് ആ അഭിപ്രായം പിന്നീട് കേരളീയ സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിന് തടസ്സമാവുന്നത് എന്നത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇപ്പം വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളിൽ നടപ്പാക്കിയിട്ടുള്ള സൂംബ നൃത്തം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം ഇപ്പോൾ സംസ്ഥാന ഇടതുപക്ഷ ഗവൺമെൻറ് വികസിപ്പിച്ച ഒരു നൃത്തരൂപമൊന്നുമില്ല. അത് ലോകത്ത് 100-ലധികം രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള എത്രയോ മില്യൺ കണക്കിന് ആളുകൾ അഭ്യസിക്കുന്ന ഒരു കലാരൂപമോ അല്ലെങ്കിൽ കായികമായി ചേർന്ന ഒരു രൂപമാണ്. അപ്പോൾ അത് കേരളത്തിൽ എങ്ങനെയാണ് നടപ്പാക്കുന്നത്? ഒരു സുപ്രഭാതത്തിൽ എന്നാൽ പിന്നെ നാളെ മുതൽ സൂംബ എന്ന് പറഞ്ഞിട്ടാണോ? അല്ല. കേരളത്തിൽ നമ്മളെല്ലാം ചർച്ച ചെയ്ത ലഹരി വിരുദ്ധ സമരമുണ്ട്. അക്ഷരാർത്ഥത്തിൽ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി ലഹരിക്കെതിരായ ഒരു ജനകീയ യുദ്ധമുഖത്താണുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കേരളത്തിലെ കലാലയങ്ങളാണ്. അപ്പോൾ കേരളത്തിലെ പുതിയ തലമുറയെ ലഹരി മാഫിയ സംഘം പിടികൂടുന്നു എന്ന് വന്നപ്പോൾ അവർക്കെതിരായ സമരമുന്നണിയിൽ ഏറ്റവും കരുത്തോടുകൂടി നിർത്തേണ്ടത് വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ്. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുന്നു. വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, യുവജന സംഘടനാ പ്രതിനിധികളൊക്കെ അതിനകത്ത് പങ്കെടുക്കുന്നു, വിദഗ്ധർ പങ്കെടുക്കുന്നു. അങ്ങനെയെല്ലാം രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ഒരു കാര്യം മാത്രമാണ് വിദ്യാർത്ഥികളുടെ കായികവും മാനസികവുമായ ഉല്ലാസത്തിന് വേണ്ടി ഇത്തരം കലാരൂപങ്ങൾ, ഇത്തരം കായിക പദ്ധതികൾ ഏർപ്പാടാക്കുക എന്നുള്ളത്. അപ്പം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇങ്ങനൊരു കാര്യം മുന്നോട്ട് വെച്ചപ്പോൾ അതിനകത്ത് അങ്ങേയറ്റം പ്രതിലോമകരമായ നിലയിലല്ലേ അഭിപ്രായം വന്നത്? ഒരാൾ പറയുകയാണ് അത് അല്പവസ്ത്രം ധരിച്ചിട്ടാണ് കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നതെന്നാണ്. എവിടെയാണ് അല്പവസ്ത്രം ധരിക്കുന്നത്? നമ്മളതിനെല്ലാം വീഡിയോ കണ്ടു. സ്കൂൾ കുട്ടികൾ യൂണിഫോം ഇട്ട് അതിനകത്തൊന്നും ആരും മറ്റൊരു തലത്തിൽ ഇത് കാണില്ല. സാധാരണ ആളുകൾ സ്വാഭാവികമായിട്ടും അരമണിക്കൂറോ 1 മണിക്കൂറോ മറ്റുള്ള ഒരു പരിശീലന പരിപാടിയാണ്. ആ പരിശീലനത്തിൽ പങ്കെടുക്കാത്ത ഒരാളെയും സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ട് നമുക്കറിവില്ല. അപ്പോൾ അതെല്ലാം നിരവധി കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ മാത്രം ഇങ്ങോട്ട് അടർത്തിയെടുത്ത് ഇത് കുട്ടികളെല്ലാം അല്പവസ്ത്രം ധരിച്ച് എന്തോ ഡാൻസ് കളിക്കുന്ന ഒരു ഏർപ്പാടാണ് എന്ന നിലയിൽ വ്യാഖ്യാനമുണ്ടാക്കി അതിനെയും മതത്തോട് കൂട്ടിച്ചേർത്ത് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇതെല്ലാം എത്രമാത്രം ഒരു ആധുനിക സമൂഹത്തിന് ചേർന്നതാണ് എന്ന് ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾ സ്വയം ആലോചിക്കേണ്ടതാണ്. സംസ്ഥാന ഗവൺമെൻറ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്ന്. DYFI സംസ്ഥാന ഗവൺമെൻറ്റിന് ആ കാര്യത്തിൽ ശക്തമായ പിന്തുണ അറിയിക്കുകയാണ്. ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾക്ക് മുന്നിൽ കേരളീയ സമൂഹം മുട്ടുമടക്കേണ്ടതില്ല. ഇങ്ങനെയെല്ലാമുള്ള നിരവധി വിദണ്ഡവാദങ്ങളെ, പ്രതിലോമകരമായ ചിന്തകളെ അതിജീവിച്ചുകൊണ്ടാണ്, അനാചാരങ്ങൾക്കെതിരായ ശക്തമായ സമരമുഖം തുറന്നുകൊണ്ടാണ് കേരളം ഈ നിലയിൽ വളർന്നു വന്നത്. ഇപ്പോൾ കേരളത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള നീക്കത്തിനെതിരായി എല്ലാ വിഭാഗം ആളുകളും നല്ല ജാഗ്രത പാലിക്കണം എന്നാണ് DYFIക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ മതവികാരങ്ങളാക്കി ക്യാമ്പസുകളിൽ, കോളേജുകളിൽ ഇത്തരം ആൾക്കാർ പിന്നോട്ട് സമൂഹത്തെ വിളിക്കുന്നവരും അതിനെ എങ്ങനെയാണ് DYFI ക്യാമ്പസിൽ പ്രതിരോധിക്കുക? സ്കൂളുകളിൽ SFI രൂപത്തിൽ, കാരണം പുരോഗമന നിലപാടുള്ളവർ ഇതിനെ പ്രതിരോധിക്കുമല്ലോ. സ്കൂളുകളിൽ ഇത്തരം കാര്യങ്ങളിൽ SFI ഇടപെടുന്നുണ്ട്, ക്യാമ്പസുകളിൽ SFI ഇടപെടുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ ഏറ്റവും സ്വാധീനം ഈ പ്രചരണമൊക്കെ സമൂഹത്തിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ കേരളീയ സമൂഹത്തോടാണ് ഇത് അഭ്യർത്ഥിക്കുന്നത്. അതിൽ രക്ഷിതാക്കളുണ്ട്, മറ്റ് അധ്യാപക പ്രസ്ഥാനങ്ങളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ട്, എല്ലാ വിഭാഗം ആളുകളും ഇറങ്ങേണ്ടതാണല്ലോ. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഈ അല്പവസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പം വനിതാ ഫുട്ബോൾ ടീം ഇവിടെ ഇറക്കാൻ പറ്റുമോ? ജിംനാസ്റ്റിക് മത്സരം സംഘടിപ്പിക്കാൻ പറ്റുമോ? ബോക്സിംഗ് മത്സരം സംഘടിപ്പിക്കാൻ പറ്റുമോ? ഏതെങ്കിലും കായിക മത്സരങ്ങൾ പിന്നീട് സംഘടിപ്പിക്കാൻ പറ്റുമോ? എന്തിനാണ് ഇത്രമാത്രം ഇടുങ്ങിയ കണ്ണുകളിൽ കൂടി ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത്?
അതുകൊണ്ട് എന്താണ് പ്രത്യേകിച്ച് ഗുണമുണ്ടാവുന്നത്? ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ തടസ്സമുണ്ടെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ എന്തെങ്കിലും വാദങ്ങൾ ഇത്തരം ആളുകൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു വാദവും, ശക്തമായ ഒരു വാദവും അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ്? മതത്തെ, വിശ്വാസത്തെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് അങ്ങേറ്റം ഹീനമായ നിലയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം, ഒരു ഭാഗത്ത് ഇത്തരം മതസുത്വവാദ സംഘടനകൾ, ഇതെല്ലാം ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് കേരളത്തിന് ബാക്കിയാവുക? ഇങ്ങനെ ഓരോ കാര്യവും വന്നു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ എന്ത് നടത്താൻ പറ്റും? ഈ മതസംഘടനകൾ മാത്രമല്ല, വിദ്യാർത്ഥി പ്രസ്ഥാനം ഉൾപ്പെടെ ഇന്നലെ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. അങ്ങേയറ്റം ദയനീയമാണ്. കാരണം MSFൻ്റെയൊക്കെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന, അതായത് പറയും, മതസാമുദായിക സംഘടനകൾ അവർക്ക് അവരുടേതായ പരിമിതികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ അവർ കാലത്ത് ആണോ ജീവിക്കുന്നത് സംശയമുണ്ട്. കാലത്ത് അത്രമാത്രം സാങ്കേതികവിദ്യ വളർന്ന ഒരു കാലത്ത് ഈ അല്പവസ്ത്രത്തെക്കുറിച്ചൊക്കെ ആശങ്കപ്പെടുന്ന വിദ്യാർത്ഥി നേതൃത്വം അവരൊക്കെ എവിടെയാണ് ജീവിക്കുന്നത്? അപ്പം അങ്ങേറ്റം ദയനീയമാണ് അവരുടെ വാദങ്ങൾ. സങ്കടകരമാണ് അത്തരം ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തൊരു ദുരവസ്ഥയാണ് നമുക്ക് നമ്മുടെ നാടിന് വന്നു ചേരുന്നത്.